ഏതു നിമിഷവും ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ, സൂചനകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ സൈന്യത്തെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുന്നു. കൂടുതൽ സൈനികരെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് നീക്കി തുടങ്ങിയിരിക്കുന്നത്. ഇറാൻ ഉടൻ തന്നെ ആക്രമിക്കും എന്ന് കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക പറഞ്ഞത്. അത് ഏത് നിമിഷവും സംഭവിക്കുമെന്ന് അമേരിക്ക പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ വിക്ഷേപിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും തടസ്സപ്പെടുത്താൻ സജ്ജമായ US ഡേറ്റ് ഐസൻഹോവർ എന്ന വിമാനവാഹിനി കപ്പൽ ചെങ്കടലിൽ നിന്ന് നീങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെയാണ്. ഇതിനിടയിൽ ബൈഡൻ ഭരണകൂടം കൂടുതൽ സൈന്യത്തെ അയക്കുന്നത് ഏത് നിമിഷവും യുദ്ധമുണ്ടാകാം എന്നുള്ള ഒരു കരുതൽ ലോകവും വളരെ ജാഗ്രതയിൽ തന്നെയാണ്. ഇതിനിടയിൽ ഇസ്രായേൽ ഒരു കനത്ത തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെടിനിർത്തലായിരുന്നു ഇസ്രായേലെങ്കിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായ ബോംബിംഗ് ആണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയത്. അതോടൊപ്പം തന്നെ അവരുടെ വ്യോമസേനയും എടുക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. കാരണം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാൻ നേരിട്ടോ ഇല്ലെങ്കിൽ ഇറാന്റെ നിഴൽ സംഘടനകൾ, നമുക്കറിയാം ഇറാൻ പിന്തുണയ്ക്കുന്ന അനവധി ഭീകര സംഘടനയുണ്ട്, അത്തരത്തിലുള്ള സംഘടനകൾ ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ എതിരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാകണം ഇന്നലെ മുതൽ ഗാസയിൽ കനത്ത ബോംബിങ്ങും വെടിവെപ്പും നടന്നതായിട്ടാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും പശ്ചിമേഷ്യ പുകച്ചു തുടങ്ങിയിരിക്കുന്നു. ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ ശക്തമായൊരു തിരിച്ചടിക്ക് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഒരുങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെയെങ്കിൽ അത് വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.